വയനാട് ബത്തേരി മണ്ഡലത്തിൽ കോൺഗ്രസിന് തിരിച്ചടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറുമ സമുദായക്കാർക്ക് വേണമെന്നാണ് കുറുമൻ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. എന്നാൽ ബത്തേരിയിലെ കുറുമ സമുദായത്തിലെ ഭൂരിപക്ഷം പേരും ഈ കോൺഗ്രസ് അനുകൂലികൾ കൂടിയാണ്. ഏകദേശം 30,000-ഓളം ആളുകൾ തങ്ങളുടെ സമുദായത്തിൽ ഉണ്ടെന്നാണ് കുറുമ സമുദായക്കാരുടെ അവകാശവാദം. ഇതിൽ ഭൂരിപക്ഷം പേരും കാലങ്ങളായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. എന്നാൽ കുറുമ വിഭാഗത്തിന് സീറ്റ് കൊടുക്കാത്തതിൽ വലിയ അമർഷമാണ് ഉയരുന്നത്. കഴിഞ്ഞ 3 വർഷവും കുറിച്ച സമുദായ അംഗം IC ബാലകൃഷ്ണനാണ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത്. ഇത്തവണയും സമുദായക്കാരെ തഴഞ്ഞാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് കുറുമ സമുദായക്കാർ പറയുന്നു. നമ്മളെ കാര്യമായിട്ടുള്ള പ്രാതിനിധ്യം കുറുമ സമുദായത്തിൻ്റെ ഈ അടുത്ത ഇലക്ഷന് ഉണ്ടായിരിക്കണമെന്നും അത് അവരുടെ എല്ലാ സൗകര്യങ്ങളും 3 ഇലക്ഷൻ നമ്മളുടെ ഇപ്രാവശ്യം നമ്മൾക്ക് പരിഗണിച്ച് നമ്മളുടെ സമുദായത്തിലുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ചെയ്യും. DCC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ തലങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. കുറുമരുടെ ആവശ്യത്തിൽ വലിയ ആശങ്കയാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. ബത്തേരി നിയോജക മണ്ഡലത്തിലെ പ്രബല പട്ടികവർഗ വിഭാഗം കൂടിയാണ് കുറുമർ. നൂൽപ്പുഴ പഞ്ചായത്തുകളിലായി നിരവധി കുറുമ ഉന്നതികളാണുള്ളത്. കുറുമ സമുദായ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കാൻ കുറുമ സംരക്ഷണ സമിതി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തും. KPCC, DCC പ്രസിഡന്റുമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർക്ക് ആവശ്യമുന്നയിച്ച് കത്തയക്കും. NM വിജയന്റെ ആത്മഹത്യയും ബത്തേരി സൊസൈറ്റി ബാങ്ക് ഫണ്ട് തിരിമറിയും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടയ്ക്കാണ് കുറുമ സമുദായക്കാരുടെ ആവശ്യം. ജനം, വയനാട്.